ഹലോ മക്കളെ, വെൽക്കം. ഉണ്ണിയുടെ സ്ലോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹേയ് ഉണ്ണി എവിടെ പോയി എന്നല്ലേ ഇപ്പം എല്ലാവരും നോക്കുന്നത്? ഞാനിവിടെ ഉണ്ട്. വോയിസ് ഓവറല്ല, വീഡിയോ ആണ്. ഞാനിപ്പോൾ വരാൻ മുന്നിലേക്ക്. അതിന് മുന്നേ കുറച്ച് ആളുകൾക്കുള്ളൊരു മറുപടി ഞാൻ മറഞ്ഞു നിന്ന് പറയാണ്. തെറി പറയാനല്ല. അതായത് എനിക്ക് വീടില്ല, കുടിയില്ല, പറമ്പില്ല, ഒരു കോപ്പുമില്ല. ഓക്കെ, ഇല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. ആരെ ബോധിപ്പിക്കണ്ട? നിന്നെയോ? പിന്നെ ചെത്തിത്തേച്ച ചുമര് പോലും അവനില്ല. എടി പട്ടികളെ, ഞാൻ താമസിക്കുന്നത് കുറച്ച് ടൗൺ ഏരിയയിലാണ്. അപ്പോൾ എനിക്ക് അവിടെ ഭയങ്കര ബഹളമാണ് വണ്ടികളുടെ. എനിക്ക് അവിടെ ഇരുന്നിട്ട് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മനസ്സിലായി. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇച്ചിരി കൂടി ക്ലാരിറ്റിയിൽ വരണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്, കുറച്ച് പറമ്പ്. അപ്പോൾ ഞാൻ അത് അവിടെ നിന്ന് കുറച്ച് വിട്ടിട്ടാണ്, മനസ്സിലായില്ലേ? അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തല്ല, അവിടെ നിന്ന് കുറച്ചുള്ളിലേക്ക് പോരണം. അപ്പോൾ അവിടെ നിന്ന് ഒരു ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. ഓക്കെ, അവിടെ വന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ കിളികളുടെ ശബ്ദമൊക്കെ ഇവിടെ കേൾക്കാം, അതല്ലാതെ വേറെ ശബ്ദങ്ങളൊന്നും നിങ്ങൾക്ക് കേൾക്കില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ പറയുന്ന എന്താ ചെത്തി തയ്ക്കാത്ത ചുമർ, ഇതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ചെത്തി തയ്ക്കാത്ത ചുമർ. ഞാൻ അതിൻ്റെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് കാണിച്ചു തരാം. 3G ആയി പോയല്ലോ, 3G. ഇത് കണ്ട, ഇതൊരു മോട്ടറും പരയാണ്, പറമ്പ്. അതായത് പറമ്പിൽ നനയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ മേടിച്ച സ്ഥലത്തെ കാര്യമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ കണ്ട ഒരു പുഴ, ഈ പുഴ കണ്ട. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം അടിച്ച് നമ്മൾ നനയ്ക്കുക, അങ്ങനത്തെ കുറച്ച് കുൽസിത പരിപാടികൾ നമ്മൾ കാണിക്കാറുണ്ട്. അപ്പോൾ ഇതാണല്ലോ എൻ്റെ വീട്. ഇതാണോ വീട്? ഓ, ഈ മോട്ടറും പറഞ്ഞ് തേക്കണം ഞാൻ. പ്യാടി സോറി, വീഡിയോ ഒന്ന് മൂവ് ചെയ്തിട്ടുണ്ടാവും ക്യാമറക്കാരെ. ഇത് കൊണ്ടു നടക്കുന്നതായിരുന്നേ സ്റ്റാൻഡിൽ. ഓക്കെ, അപ്പോൾ അതും മൂഞ്ചിപ്പോയി. ഇപ്പം എന്ത് ചെയ്യും? എന്ത് ചെയ്യും മല്ലയ്യ, എന്ത് ചെയ്യും? ഹായ്, അപ്പോൾ നമ്മളൊന്ന് ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ പ്യാണ്ടി പറയുന്നൊരു ഇതുണ്ട്, ഒരു വീഡിയോ. ഓക്കെ, ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നേ വേറെ കുറച്ച് തെളിവുകൾ ഞാൻ കാണിക്കാവേ. നമ്മുടെ തെറിച്ചി പറയുന്നു, ഞാൻ മറ്റേ ഗ്രൂപ്പിൽ സെക്സ് ചാറ്റ് നടത്തിയിട്ടാണ് പോയത്, എന്നെ റിമൂവ് ചെയ്തത്. ഓക്കെ, പക്ഷേ ഞാൻ എന്നെ റിമൂവ് ചെയ്യാനുള്ള കാരണം ഇവർ ചെയ്തൊരു വീഡിയോന് താഴെ എനിക്ക് അവരുടെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല. അതിന് താഴെ പോയിട്ട് ഞാൻ നല്ല ഭാഷയിൽ അവരെ ഒന്നും മോശം പറയാതെ നിങ്ങൾ പറയുന്ന സ്ലാങ്, ആ ലാംഗ്വേജ് ഇച്ചിരി കൂടി വൃത്തിയാക്കണം എന്ന് ക്രിറ്റിസിസം ചെയ്യുകയാണ് ചെയ്തത്. ഇവരെന്താ പറയുന്നത്? ഞാൻ ക്രിറ്റിസിസമൊക്കെ സ്വീകരിക്കുന്ന ഒരാളാണ്, തേങ്ങയാണ്, ഒലക്കാണ്, തേങ്ങയുടെ മൂടാണെന്ന് അവർ പറയും അല്ലേ? നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ടായിരിക്കും ലൈവിൽ വന്നിരുന്നിട്ട് പറഞ്ഞത്. പക്ഷേ ഇവർ ക്രിറ്റിസിസം പോയിട്ട് 1% പോലും ക്രിറ്റിസിസം അവർ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളല്ല, മനസ്സിലായില്ലേ? ഒരു വീഡിയോ ചെയ്തിട്ട് ആ ചെറുക്കൻ്റെ ഉമ്മാനെയും വാപ്പാനെയും അവൻ്റെ പെണ്ണിനെയും കുട്ടികളെയും മക്കളെയും ഒക്കെ വിളിച്ച് പറഞ്ഞ് ഇതിക്കാരെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്നെയാണ്, നിങ്ങൾ ആ ചെറുക്കനെ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയൂ. അതല്ലാതെ അവൻ്റെ വീട്ടിലിരിക്കുന്ന ഉമ്മേനെയും ബാപ്പേനെയും മക്കളേനെയും എല്ലാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ 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 മോശമാണ്. അതെനിക്ക് തോന്നി. അത് അവരുടെ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട്, ആ ഗ്രൂപ്പിൽ ഞാൻ ആക്റ്റീവായിരുന്നില്ല ആ സമയത്ത്. കുറച്ച് നാളുകളായിട്ട് ഞാൻ ഒട്ടും ആക്റ്റീവായിരുന്നില്ല. പക്ഷേ അന്ന് ഞാൻ അവിടെ ഉണ്ട്, ലൈവിൽ പോകുന്നു. എനിക്ക് താല്പര്യത്തെ ലൈവാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ആക്റ്റീവ് ആവില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നൊരു സമയമായിരുന്നു അത്. ഓക്കെ, അപ്പോൾ അവരിനെ ക്രിറ്റിസിസം ചെയ്തിട്ട് നല്ല വാക്കുകളാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല, എൻ്റെ ഉണ്ട്. പക്ഷേ കുറേ ഉണ്ട്, പോയി തെരഞ്ഞു വരണം. പക്ഷെ ഞാനത് തന്നെ ഞാൻ ഒന്നെങ്കിൽ CP ഇടും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് വയ്ക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ ഞാനത് ഒന്നുകൂടി സെർച്ച് ചെയ്തിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ സാധനം ഞാൻ വയ്ക്കും. ഈ വേറൊരു ആളുടെ ഉണ്ടായിരുന്നു, ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുത്തു. പക്ഷേ അത് ഡീഫോൾട്ട് മെസ്സേജ് ആകുമ്പോഴേ അത് മാഞ്ഞു പോകണം. എടുക്കാം. പക്ഷേ
ഇതാണ് കാരണം. പക്ഷെ അവർ പറയുന്നത് ഞാൻ ഗ്രൂപ്പിൽ സെക്സ് ചാറ്റ് നടത്തി, അവരോട് ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞു, ഇവരോട് മോശമായിട്ട് പറഞ്ഞു. ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ലേഡീസ് എല്ലാവരും സിസ്റ്ററുടെ ലൈവിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉണ്ണി അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. ഉണ്ണി അവിടെ പേഴ്സണൽ ചാറ്റ് ചെയ്തിരുന്നത് 3 പേര്. ഐ മീൻ നമ്പർ 1 തെറിച്ച്, 2 ശാന്തകുമാരിയമ്മ ആൻഡ് കൊടുവിള്ള ഷാജി, ഇവിടെ കൊഞ്ഞംപട്ടി ഷാജി ആണ്. നമ്മൾ ഈ 3 പേരോടാണ് ഞാൻ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ തെറിച്ചിയുടെ അടുത്ത് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ മാത്രം, അതല്ലാതെ എന്നും ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് ശാന്തകുമാരി അമ്മയും ഞാനായിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് ഏകദേശം എന്തുകൊണ്ട് ഞാൻ ആ അമ്മോട് കടം ചോദിച്ചു അല്ലെങ്കിൽ എനിക്ക് പൈസ തന്നു എന്നുള്ളത്. ഓക്കെ, ഞങ്ങൾ അത്രയും ക്ലോസ് ആയിരുന്നു. അതിന് ശാന്തകുമാരി അമ്മ അത് അല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തെളിവ് വയ്ക്കും. കാര്യം അതിൻ്റെ ആവശ്യമില്ല, അമ്മ അങ്ങനെ പറയില്ല. കാര്യം പിന്നെ ഞാൻ അവരോട് പൈസ ചോദിച്ച വോയിസൊക്കെ ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് പോകുന്നതിന് ശേഷമാണ് അവർക്ക് കൊണ്ടുപോയി കൊടുത്തത്. ഞാൻ ഗ്രൂപ്പിൽ നിന്ന് പോന്ന് എന്നെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള കാരണം ഞാൻ ചെയ്യാത്തൊരു തെറ്റിന് എന്നെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് പക്ഷെ അതിൽ ഞാൻ ഇന്ന് അഭിമാനിക്കുന്നു. എടി തെറിച്ച് ഞാൻ അഭിമാനിക്കുന്നടി അതിൽ. ഇന്ന് ഞാൻ ഫിജോ ചേച്ചിയോടെയോ തനൂജയോടെയോ സിസ്റ്ററിൻ്റെയോ നൗഷാദിക്ക റസീന പവർ ബ്രോയുടെ കൂടെയൊക്കെ ഞാൻ നിൽക്കുന്നുണ്ട്. ഞാൻ അഭിമാനിക്കുന്നു ഞാനൊന്ന് അതിനെ. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പാണ്ടിച്ചേച്ചിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പാണ്ടിച്ചേച്ചി ഞാനുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല. പാണ്ടിച്ചേച്ചീനെ ഞാൻ പാണ്ടിച്ചേച്ചി എന്നെ പറ്റി സംസാരിക്കേണ്ട പോലൊരു കാര്യമില്ല. പക്ഷേ പാണ്ടിച്ചേച്ചി സംസാരിക്കും. പാണ്ടിച്ചേച്ചിക്ക് കാര്യം അറിയില്ല. ഞാൻ പാണ്ടിച്ചേച്ചിനെ പറയാൻ തുടങ്ങിയത് ഇവളുടെ ലൈവിൽ എൻ്റെ കാര്യം എൻ്റെ സമ്മതം ഇല്ലാണ്ട് ഇവളുടെ ലൈവിൽ പറഞ്ഞു. മനസ്സിലായില്ലേ? ഇവളാരാണ് എന്നെ പറ്റിയിട്ട് പറയാം? നീ ആരാടി നീ എന്നെ പറ്റിയിട്ട് പറയാം? നീ എൻ്റെ ആരാ? അമ്മായിയുടെ മോളാ? അതാ എൻ്റെ അമ്മൂമ്മേ, എൻ്റെ കുഞ്ഞമ്മേ? നീ ആരാണ്? നീ നാട്ടുകാരനെ എല്ലാ അവിഹിതം ഉണ്ടാക്കും, മറ്റവൻ അതിന് പോവും, മറ്റവനെ എന്നെ പറയും ഞാൻ ഉണ്ടനാണ്, മറ്റവനാണ്. എന്നിട്ട് പിന്നെ പറയും തനുജാനെ ചേർത്ത് വെച്ചിട്ട് പറയും. ഏതേലും ഒന്ന് നിലപാടിൽ നിൽക്ക് സ്ത്രീയെ. ആരാടി ലോഡ്ജിൽ നിന്ന് പിടിച്ചത്? ഞങ്ങളെന്നെയാ? നീ മറ്റുള്ള ആൾക്കാരനെ അവള് വേ ഇവള് റേ ഒക്കെ പറയും. പക്ഷെ ശരിക്കും നീയാണത്. നിന്നല്ലേ പിടിച്ച ലോഡ്ജിന്ന് അല്ലേ? നിന്നല്ലേ പിടിച്ച ലോഡ്ജിന്ന്. അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് പോകാം. പക്ഷെ അധികം നേരം ഞാനിങ്ങനെ കട്ട് ചെയ്ത് കേൾപ്പിക്കുള്ളൂ. കാരണം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കേൾപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, വെയിറ്റ് സമയത്താണ് ഞാൻ അവിടെ വരുന്നത്. അതെ, 5000 രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പറയുന്നത് ഉണ്ണി ആ ഗ്രൂപ്പിൽ ഒരാളുടെ കയ്യിൽ ഗ്രൂപ്പിൽ നിന്ന് പിണങ്ങി. ഹൈ ഫർഷൻ, ഹലോ. ഈ ഉണ്ണി എന്ന് പറയുന്ന വ്യക്തി ഷഫീനേച്ചിയുടെ ഗ്രൂപ്പിൽ നിന്ന് പിണങ്ങിപ്പോയ കാര്യം എനിക്കറിയുന്നത് തെറ്റേ. ഈ ഉണ്ണി എന്ന് പറയുന്ന വ്യക്തി ഷഫീന ചേച്ചിയുടെ ഗ്രൂപ്പിൽ നിന്ന് പിണങ്ങി പോയതല്ല, എന്നെ റിമൂവ് ചെയ്തതാണ്. എന്തിൻ്റെ ബേസിൽ? അവർക്കെതിരെ ഞാൻ കമൻ്റ് ഇട്ടതിന്. പക്ഷെ അവരിപ്പോൾ വന്ന് പറയുന്നത് എന്താ? സെക്സ് ചാറ്റ് നടത്തി ഗ്രൂപ്പിൽ. ഇത്രയും പെണ്ണുങ്ങളും ഇവളുടെ മകനും ഇവളും ഒക്കെ അഡ്മിനായിട്ടിരിക്കുന്ന ഗ്രൂപ്പിൽ ഞാൻ സെക്സ് ചാറ്റ് നടത്തി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. പക്ഷേ പാണ്ടിച്ചി അന്ന് പറഞ്ഞതെന്താ? ഉണ്ണി ആ ഗ്രൂപ്പിൽ ഒരാളുടെ കയ്യിൽ നിന്ന് 5000 രൂപ, അതെ 5000 രൂപ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് 5000 രൂപ കണ്ട. ഇവൾക്ക് സത്യം വളരെ അറിയില്ല. ഈ 5000 രൂപയുടെ കേസ് ഞാൻ റിമൂവ് ആയതിന് ശേഷമാണ്. അപ്പോൾ ഞാൻ മെയിൻ ഗ്രൂപ്പുണ്ട്, അവിടെ പോയിട്ട് ഞാൻ എന്നെ റിമൂവ് ചെയ്തപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഒരു ലിസ്റ്റായിട്ട് എഴുതി തന്നെ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഷെറിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് പൈസ ഗ്രൂപ്പിൽ പിരിച്ചു കൊടുക്കുമ്പോൾ ഈ തെറിച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് 5000 രൂപ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ 7000 രൂപ എടുക്കണമായിരുന്നു. പക്ഷേ എനിക്ക് അമ്മയുടെ കുറേ ആവശ്യങ്ങളൊക്കെ വരുന്ന കാരണം ഞാൻ ആ പൈസ കൊടുത്തില്ല. അതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തെളിവ് വയ്ക്കും. അപ്പോൾ ഞാൻ ആലോചിച്ചു വേണ്ട, കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഇവർ വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് ഇവർ ഇങ്ങനെയാണ്, ഇപ്പോൾ ഈ പറ്റിക്കലാണ് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി എന്ന് വെച്ചൊരു കാര്യം ഞാൻ ഒരു 2000 രൂപ അയച്ചു തരാം. കാരണം എനിക്ക് എപ്പോഴാണ് ഹോസ്പിറ്റൽ കാര്യങ്ങളാണ് വരികയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അവിടെ എപ്പോഴും ഞാൻ ബാലൻസ് എപ്പോഴും വയ്ക്കുന്നതാണത്. മനസ്സിലായില്ലേ? അപ്പോൾ 2000 രൂപ അയച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട മോനെ, ആ പൈസ സെറ്റായി, സൗമ്യ അവരൊക്കെ ആയിട്ട് അത് സെറ്റായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. ഓക്കെ,
അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ റിമൂവ് ചെയ്തപ്പോൾ ഇങ്ങനെ ഇവർ പണപ്പിരിവ് നടത്തിയതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ തിരിച്ചു കൊടുക്കാണ്ടുണ്ടായ പ്രശ്നങ്ങളും ഈ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഞാൻ മെയിൻ ഗ്രൂപ്പുണ്ട് പബ്ലിക്കായിട്ട് ലിങ്ക് ഇട്ടിട്ടുള്ള മെയിൻ ഗ്രൂപ്പിൽ ഞാൻ എഴുതിയിട്ടപ്പോൾ ശാന്തകുമാരി അമ്മയ്ക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ ഷാജി കോടികളുടെ അടുത്തും ശാന്തകുമാരി അമ്മയുടെ അടുത്തും എനിക്ക് പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ ഞാൻ പൈസ ചോദിച്ചിട്ടുണ്ട്. ആ വോയിസ് അവർ ആർക്ക് അയച്ചു കൊടുത്തു? തെറിച്ചിക്ക് അയച്ചു കൊടുത്തു. ഇത് ശാന്തകുമാരി അമ്മ പോലും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിനക്ക് കാര്യങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ വായെ അടക്കി വെച്ച് അവിടെ ഇരിക്കണം. ഞാൻ എന്നെ റിമൂവ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഈ പൈസയുടെ കാര്യമൊക്കെ വരുന്നത്. എടി ഞാൻ ആ പൈസയൊക്കെ തിരിച്ചു കൊടുത്തടി, മനസ്സിലായ? ഞാൻ ആ പണമൊക്കെ അപ്പം തന്നെ തിരിച്ചിട്ട് കൊടുത്തു. നീ എവിടെ പൈസ കൊടുത്താ? നീ മേടിച്ച പൈസ കൊടുത്താ? ഇപ്പം ഇവിടെ എത്ര തെളിവ് വെച്ച് നിൻ്റെ എൻ്റെ ഉണ്ട്, എന്നാലും ഇപ്പം അവർ എന്നെ ഹെൽപ്പ് ചെയ്യണം അല്ലേ ബ്രോ? ഞാനിവിടെ മകളുടെ വേണ്ട. അപ്പോൾ 5000 രൂപ മേടിച്ചതിനാണ് എന്നെ അത് വേറൊരു കാരണം. ഓക്കെ, 5000 രൂപ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോഴാണ് ഉണ്ണി അതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്. ഉണ്ണി നല്ലവനൊന്നും അല്ല. ഉണ്ണി നല്ലവനൊന്നല്ല. എനിക്കിത് വേണം, കാരണം ഞാൻ തെളിവ് വയ്ക്കും, സ്ക്രീൻഷോട്ട് വയ്ക്കും. ഇറങ്ങിപ്പോടാ എന്നാണ് എന്നെ പറഞ്ഞത്. എന്തിനാ ആ കമൻറ്റ് യൂട്യൂബിൽ ഇട്ടതിനെ? എന്നിട്ട് പറഞ്ഞതെന്താണെന്നറിയോ? അപ്പോൾ ഇവർ വിചാരിക്കുന്നു ഞാനിവർക്കെതിരെ തിരിഞ്ഞ് സംസാരിച്ചപ്പോൾ ഇവർ വിചാരിച്ചു ഞാൻ ഫിജോ ചേച്ചിയൊക്കെ കൂടെയാണെന്ന്. ഞാൻ ഇവരുടെ ഗ്രൂപ്പിൽ നിന്ന് വന്ന് അതിന് ശേഷം 3 മാസം കഴിഞ്ഞിട്ട് മേ ബി 1.5-2 മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഫിജോ ചേച്ചിയുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവരെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ സഞ്ചിയാണ്, ചാക്കാണ്. എന്തിനാണ് എന്നെ പറയുന്നത്? ഞാൻ നിന്നെ പറ്റി എവിടെയെങ്കിലും പറഞ്ഞാ? എന്നെ പറഞ്ഞതിന് ശേഷമാണ് തെറിച്ച് ഞാൻ നിന്നെ പറ്റി പറഞ്ഞത്. എടി പാണ്ടി, നീ എന്നെ പറ്റി ഇതേ പറയുന്നു, നിൻ്റെ ലൈവിൽ നീ എന്നെ പറ്റി പറയുന്നത്. ഞാൻ അന്നേ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്നെൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ വെച്ച് എനിക്ക് ചാനൽ വളർത്തായിരുന്നു. ഞാൻ ചെയ്താ? ഇല്ല. എന്തുകൊണ്ട് ചെയ്തില്ല? എനിക്ക് ചാനൽ മുഖ്യമല്ല, പണിയെടുക്കുന്നുണ്ട് ജീവിക്കാൻ. പക്ഷേ ഇന്ന് ഞാൻ ചാനൽ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ല, ഷോർട്സ് നന്നായിട്ടുണ്ട്, നീ കണ്ടൻറ്റ് കൊള്ളാം, ലൈവിൽ കുഴപ്പമില്ല, പാട്ട് പാടാനുള്ള കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ, ഒരു ചാനലാവട്ടെ. വീട്ടുകാരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്കിത് ഒരു കൊല്ലം മുന്നേ എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ? ഒന്നുകൂടി കേൾക്കാം നമുക്ക്. ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത് എടി പട്ടി എന്നെ റിമൂവ് ആക്കിയതാണ്. അവിടെ തന്നെ നീ 3Gയോ 2G ആയില്ലേ? ഉണ്ണി നല്ലവനൊന്നുമല്ല. ഞാൻ നല്ലവനാന്ന് എവിടെയെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ നല്ലവനല്ല. ഞാൻ നല്ലവനായിരുന്നെങ്കിൽ തെറിച്ചിയുടെ ഒന്നും കൂടില്ലായിരുന്നു. ഞാൻ നല്ലവനായിരുന്നില്ല. ഇപ്പം ഞാൻ നല്ലവനാണ്. കാരണം ഞാൻ നല്ല പാതയിലുള്ളവരുടെ കൂടെയാണ് വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതൊക്കെ ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? ഉണ്ണീനെ എടുത്ത് തലയിൽ വെക്കുന്നവർ പിന്നീട് പാര കിട്ടാതെ സൂക്ഷിച്ചു കൊള്ളുക. ഇപ്പം എത്ര നാളായി? എന്ത് പാര വന്നത്? ഇപ്പം നീ പറഞ്ഞു തനൂജയുടെ വിഷയം. ഞാൻ ഇപ്പം സോറി തനു, നിൻ്റെ വോയിസ് നിൻ്റെ പേരിവിടെ എടുക്കേണ്ട വരും. കാരണം എനിക്ക് മാത്രമാണ് അതിന് അവകാശം. നീ പറയും ചിലപ്പോൾ നിൻ്റെ പേര് എടുക്കരുത് ചിലപ്പോൾ നീ പറയുമായിരിക്കും. പക്ഷേ നിൻ്റെ പേരിൻ്റെ കൂടെ ചേർത്ത് വെച്ച് നിന്നോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്ത് എൻ്റെ പേര് ഒരുപാട് വലിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നിൻ്റെ പേര് പറയാതെ വേറെ നിവൃത്തിയില്ല. അപ്പോൾ ഇപ്പം നീ പറയും ഞാനും തനുജി തമ്മിൽ യാതൊരുവിധ പ്രശ്നമില്ല. ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ പേഴ്സണൽ അതായത് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഉണ്ടെന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ പേരിൽ ഇപ്പം സംസാരിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം നാളെ മിണ്ടില്ല എന്നല്ല. ഇപ്പം സംസാരിക്കുന്നില്ല. ഞാനാണ് സംസാരിക്കാണ്ട് മാറി നിൽക്കുന്നത്, തനൂജിയല്ല. പോരെ? തനൂജിക്ക് എൻ്റെ അടുത്തൊരു ദേഷ്യമില്ല, അതെനിക്കറിയാം. ചിലപ്പോൾ എൻ്റെ ഒരു മൂശാട്ട സ്വഭാവമാണ് പൊതുവെ. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. അത് വേറെ അഭിപ്രായ വ്യത്യാസമാണ്. ഗ്രൂപ്പിലുണ്ടായ വേറെ അതിനെപ്പറ്റി സംസാരിച്ചിട്ട്. അതല്ലാതെ ഞാൻ ചതിയനാണ്, വഞ്ചകനാണ് എന്നൊക്കെ ആ ഗ്രൂപ്പിലത്തെ വോയിസ് ഇട്ടിട്ട് കുറച്ച് തനൂജനെ സപ്പോർട്ട് ചെയ്യുന്ന അന്തങ്ങൾ, അങ്ങനെ തന്നെ ഞാൻ പറയും, അന്തങ്ങൾ, അടിമകൾ എന്നെ നീ ചതിയനാണ്, ഉഡായിപ്പാണ് എന്നൊക്കെ പറഞ്ഞു. എനിക്കിത് യാതൊരുവിധ പ്രശ്നമില്ല. കാരണം അവർക്ക് ഞാൻ യൂട്യൂബിൽ വന്നിരുന്ന് കമൻറ്റ് ഇടുന്നത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. അതല്ലാത്ത എന്നെ അവർക്ക് അറിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതിലൊന്നും എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല. എന്നെ തലയിൽ വെച്ച് എന്നെ ഒരാളും തലയിൽ വെച്ച് കൊണ്ട് നടക്കുന്നില്ലടി. എന്നെ ഒരാളും തലയിൽ വെച്ച് കൊണ്ട് നടക്കുന്നില്ല.
നിൻ്റെ പഴയ ചരിത്രങ്ങളൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഓസ് പറയുന്നുണ്ട്, പവർ ബ്രോ പറയുന്നുണ്ട്, CVT ആ ചേട്ടൻ പറയുന്നുണ്ട്. അത് നീ ഇവരുടെ തലയിലായിരുന്നില്ലേ? നീ അവരുടെ തലയിരുന്നപ്പോൾ നീ പണി കൊടുത്തല്ലേ നീ? ആദ്യം നീ നന്നാവുക, എന്നിട്ട് മറ്റുള്ളവരുടെ അടുത്തേക്ക് വരിക. ഓക്കെ ഓക്കെ. ഉണ്ണി ഷഫീനേച്ചിയുടെ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവർ ഉണ്ണിയുടെ ചെയ്തിട്ടുള്ള കാര്യമുണ്ട്. ഉണ്ണി ഷഫീന ചേച്ചിയുടെ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങി പിന്നെ ഉണ്ണി ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു കാര്യം നീ കാര്യം കൊണ്ടുപോവായോ? ഉണ്ണി ചെയ്തിട്ടുള്ള ഒരു കാര്യം, നിൻ്റെ തെറിച്ചി ഉണ്ടല്ലോ, തെറിച്ചി പറഞ്ഞത് എന്താണെന്നറിയോ ഗ്രൂപ്പിലേ? നീ എടാ ഇറങ്ങിപ്പോ, ഇവിടെ പെണ്ണുങ്ങളുണ്ട്, പെണ്ണുങ്ങളെ കൊണ്ട് അപ്പുറത്ത് അപരാധം പറയാം. അതായത് ഞാൻ ഫിജോ ചേച്ചിയുടെ കൂടെയാണ്, അതുകൊണ്ട് ഞാൻ ഇവർക്കെതിരെ കമൻ്റ് ഇട്ടു, ഞാൻ മുംതാസിൻ്റെ കൂടെയാണ്, അതുകൊണ്ട് ഞാൻ ഇവർക്കെതിരെ കമൻ്റ് ഇട്ടു എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ കമൻ്റ് ഇടുമ്പോൾ ഇതിലുള്ള ഗ്രൂപ്പിലുള്ള പെണ്ണുങ്ങളുടെ ഇതൊക്കെ എനിക്ക് മനസ്സിലാവണമല്ലോ ഇവർ എന്തർത്ഥത്തിലാണ് അത് പറയണമെന്നുള്ളത്. എടി ഇതാടി എന്നെ പറഞ്ഞിട്ട് റിമൂവ് ആക്കിയത്. തെറി വിളിച്ചടി, എന്നെ തെറി വിളിച്ച്, തിരിച്ച് ഞാനും തെറി വിളിച്ച്. പക്ഷെ തെറി ഞാൻ ഇവിടെ കേൾപ്പിക്കൂല, എൻ്റെ ചാനലിനെ ബാധിക്കും. എന്നെ റിമൂവ് ചെയ്ത വഴിക്ക് ഞാൻ അവരെ PM പോയി പോയിട്ട് ഞാൻ അണ്ണാക്കിൽ തന്നെ വിളിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ബ്ലോക്ക് ചെയ്തു. ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടില്ല, ഞാൻ ഇന്നും അവളെ തന്നെ ബ്ലോക്ക് ചെയ്തിട്ടില്ല. എന്നിട്ട് നിന്നെ ഞാൻ വിളിച്ചിട്ട് നീ ഒരു അരമണിക്കൂർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പാട്ട് വിളിച്ചിട്ട് കോൾ കട്ട് ചെയ്തിട്ട് പോയില്ലേ? എന്നിട്ടും ഞാൻ നിന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. നീയും എന്നെ തെറി വിളിച്ചു, ഞാനും നിന്നെ തെറി വിളിച്ച്. നിനക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമല്ല തെറി, മനസ്സിലായില്ലേ? എനിക്ക് അസലായിട്ട് തെറി വിളിക്കാൻ അറിയാം, മനസ്സിലായ? ഒരുപക്ഷെ നിന്നെക്കാളും പവറിൽ വിളിക്കാൻ അറിയാം എനിക്ക്. പക്ഷെ ഞാൻ വിളിക്കൂലടി. നിന്നെ വിളിക്കേണ്ട തെറികൾക്ക് ഞാൻ നിന്നെ ഫോൺ ചെയ്തിട്ട് തന്നെ വിളിച്ചിട്ടുണ്ട്, നീ എന്നെ വിളിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ മിടുക്കനാവാനൊന്നുമില്ല, നീ നന്നായി വിളിച്ചു. കാര്യം നീ തെറി പറയുന്നത് ഈ സകല നാട്ടുകാർക്കൊക്കെ അറിയാം. അല്ലേ? അപ്പോൾ എന്തിനാ ഞാൻ നിന്നെ വിളിച്ചേ? ഈ ഒരു വീഡിയോ നീ എന്നെ പറ്റി നിനക്ക് ഇത് പറയേണ്ട യാതൊരുവിധ കാര്യമില്ല. ഞാൻ നല്ലവനോ കെട്ടവനോ ആയിരിക്കും. നീ ആരാണെന്ന് ചോദിക്കാൻ? നീ ആരാ? പല്ലത്തി പാടി. എന്ന് പറയുന്ന വ്യക്തി അവിടെ ഒരാളുടെ കയ്യിൽ നിന്ന് 5000 രൂപ മേടിച്ചിട്ടുണ്ട്. പണിക്ക് പോവില്ല ഉണ്ണി. ഇവളുടെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം എല്ലാ മാസം എനിക്ക് അയച്ചു തരായിരുന്നു. പരട്ടെ. പോയി നീ പണിയെടുത്തതിനടി. ഇല്ലാത്ത തട്ടുകടയും മറ്റേ അന്തരീക്ഷത്തിൽ ലുലു മാളുണ്ടെന്ന് പറഞ്ഞിട്ട് തട്ടുകട വെച്ചിട്ടൊന്നും നമ്മൾ പെയിൻ്റ് അടിക്കാനൊന്നും മേടിച്ചില്ല. അടി ഞാൻ ആവശ്യത്തിന് പൈസ മേടിച്ചിട്ടുണ്ടെന്ന് തന്നെ അടി മേടിച്ചിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞേ. ആ പൈസ തിരിച്ചു കൊടുത്തടി. എന്നേ കൊടുത്തു. നീ ഈ പണ്ടാര പറയുകളൊക്കെ ഓൾറെഡി ഞാനൊരു പൈസ കൊടുത്തിട്ട് കഴിഞ്ഞിട്ടാണ് നീ പറയുന്നത്. അപ്പം നിനക്ക് കാര്യം അറിയാതെ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഇവള് പറയുന്ന ഒരു വിഷയവും അവൾക്കറിയൂല. അവിടുന്ന് ഇവിടുന്ന് കേട്ട ഇച്ചിരി വെച്ചിട്ടാണ് അവൾ സംസാരിക്കുന്നത്, മനസ്സിലായില്ലേ? ഈ പാണ്ടിച്ച അവരാതി പറയുന്നത്. അപ്പം ഇവള് എന്താ പറയുക, തെറിച്ച് പറഞ്ഞ എന്തോ ഒരു കാര്യം തെറിച്ച് നാവെടുത്ത നോണേ പറയുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? എല്ലാവർക്കും അറിയാം. ഇവളതിൻ്റെ പോയിൻ്റ് ഓഫ് 2.0, തെറിച്ച് 2.0, തെറിച്ച് 3.0, അതുപോലെ ജിഗോള 1, ജിഗോള 2.0, ജിഗോള 3.0, അതായത് മങ്കുസ്പ 2.0 ആൻഡ് കൈമോൻ അപ്പൂപ്പൻ 3.0. അല്ലാതെ ജീവിക്കുന്ന ഒരാളാണ് ഉണ്ണിയേട്ടൻ. അതെ, പണിക്ക് പോകാതെ ജീവിക്കുന്ന ഒരാളാണ്. ഇവളെന്നും വന്നിട്ട് എനിക്ക് കഞ്ഞിയും ചോറ് ഇവളാണ് വെച്ചേരുന്നത്. പാടി പല്ലത്തി തേഞ്ഞൊട്ടി കവിളൊട്ടി. ഞാൻ നിനക്കിട്ട പേരാടി കവിളൊട്ടി. കാരണം നീ ചിരിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഈ 2 ഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ 2 ഗ്യാപ്പ് പല്ലിൻ്റെ ഗ്യാപ്പിൽ ഇങ്ങനെ പോവും. അതെന്തുകൊണ്ടാണെന്നും കുറേ ആൾക്കാർക്ക് വേറെ രീതിയിൽ അറിയാം, പക്ഷെ ഞാനത് പറയുന്നില്ല വീഡിയോയിൽ. നിനക്ക് ഞാൻ ഇങ്ങനെ തന്നെ മറുപടി പറയാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്തത് പറയുമ്പോൾ നിനക്കൊരു കാര്യത്തിനെ കുറിച്ച് കറക്റ്റായിട്ട് ഒരു ധാരണ ഇല്ലെങ്കിൽ നീ അതിനെപ്പറ്റി സംസാരിക്കരുത്. നീ എന്ത് റിയാക്ഷനാണ്? നിൻ്റെ പേരെന്താണ്? ചനുക്കിയാച്ചന. നിൻ്റെ ചാനലിൻ്റെ പേര് മാറ്റടി. ചനു അവരാധിക്കൽ നോക്ക്. നിൻ്റെ ചനു ചിയാച്ചൻ. ഇതേപോലെ തന്നെയല്ലേ നീ എല്ലാവരുടെ കള്ളങ്ങളും വിളിച്ച് പറയണത്. നീ വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞ കാര്യം കൊണ്ടിട്ട് വലിയ തെളിവ് വെച്ചിട്ട് എന്നെ പറ്റിയിട്ട് എൻ്റെ വോയിസ് കേൾപ്പിച്ചടി. ആ വോയിസ് പറഞ്ഞു തന്നെ അടി. ഞാൻ നിനക്ക് ഒത്തിരി ക്ലിയർ ആയിട്ട് പറയാം. നീ ആർക്ക് വേണ്ടിയിട്ടാണോ സംസാരിച്ചേ ആ വ്യക്തി എൻ്റെ അടുത്ത് പറയുന്നു ഗ്രൂപ്പിലത്തെ വോയിസുകൾ എനിക്ക് കിട്ടുന്നുണ്ട് ഉണ്ണിയാട്ടാ.
ഗ്രൂപ്പിലത്തെ വോയിസുകൾ അവൾക്ക് കിട്ടുന്നുണ്ട് എന്നറിഞ്ഞിട്ട് ഞാൻ അവിടെ സംസാരിക്കുമ്പോൾ ഇത് അവളുടെ കയ്യിലേക്ക് എത്തുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ മന്ദബുദ്ധി ഞാൻ സംസാരിക്കുന്നത്. പോടി പറട്ടെ. ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരാളാണെന്നൊക്കെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇതിന്റെ സത്യാവസ്ഥ ഉണ്ണിക്കും എനിക്കറിയാൻ കഴിഞ്ഞത്. നിനക്ക് ആരാടി പറഞ്ഞത്? എടീ പറ്റിക്കൽ ഇപ്പം ആരെ നാട്ടുകാരെ പറ്റിച്ചിട്ടാണ് ഇപ്പം തെളിവുകൾ വെച്ചിട്ട് സംസാരിക്കുന്നത്? ആര് പറ്റിച്ച തെളിവുകൾ വെച്ച് അപ്പോൾ ഓസൊക്കെ സംസാരിക്കുന്നത്? ഇതാണ് പറഞ്ഞത്. ഞാൻ കടം മേടിച്ചിട്ടുണ്ട്, ഈ കടം മേടിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയും ഞാൻ. ഇവിടെ തട്ടിയിട്ട് ഞാൻ പറഞ്ഞത് കടം മേടിച്ചിട്ടുണ്ട്. എടി ഞാൻ ഇവരെന്ന് മാത്രമല്ല, എനിക്ക് ആവശ്യമുള്ളപ്പോൾ കടങ്ങളൊക്കെ മേടിക്കും. എനിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ എന്നൊക്കെ കടം മേടിച്ചിട്ടുണ്ട്. തിരിച്ച് അതുപോലെ കൊടുക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? നീ കടം മേടിച്ചത് CVT ആ ചേട്ടനും പവർ ബ്രോയും ഓസൊക്കെ കേൾപ്പിക്കുന്നുണ്ടല്ലോ. വോയിസ് ഡ്രാഗൻ്റെ ഒന്ന് മേടിച്ചതും ഒക്കെ തിരിച്ചു കൊടുക്കടി. എന്നിട്ട് നാട്ടുകാരെ നെഞ്ചത്തേക്ക് വായോ നീ. പാടി ലോഡ്ജി പാണ്ടി. അപ്പം ചേട്ടാ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.